പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണല്ലോ അല്ലെ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വചനവുമായി നിങ്ങളോടൊപ്പം ദൈവമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായം 9-ാമത്തെ വചനമായിരുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അതായിരുന്നു നാം കഴിഞ്ഞ ദിവസം പഠിച്ച വചനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കുന്നതും വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനമാണ്. അതിൻ്റെ 9-ാം അധ്യായം 8-ാമത്തെ വചനം. അതിങ്ങനെയാണ് പറയുന്നത്. Second letter of Saint Paul to the Corinthians, chapter 9, verse 8. അതിങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാനും കഴിവുള്ളവനാണ് ദൈവം. അതിങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. God is able to provide you with every blessings. God is able to provide you with every blessing in abundance, so that by always having enough of everything, you may share abundantly in every good work. അപ്പോൾ ഈശോ നമുക്ക് ധാരാളമായി നൽകുവാനായിട്ട് കഴിവുള്ളവനാണ്. ദൈവം നമുക്ക് ധാരാളമായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നൽകാൻ കഴിവുള്ളവനാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും നൽകുന്നത്. നമ്മുടെ കഴിവല്ല, നേടിയെടുക്കുന്നതല്ല. നമ്മളെ ഓരോ നിമിഷവും നടത്തുന്നത് ദൈവമാണ്. നമ്മുടെ കരം പിടിക്കുന്ന ദൈവമാണ്. നമുക്ക് ചുറ്റും രക്ഷാവലയമായി തീരുന്ന ദൈവമാണ്. നമുക്ക് സമാധാനം നൽകുന്നത് ദൈവമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു കരസ്പർശമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഓരോ പ്രഭാതത്തിലും നാം നടക്കുമ്പോൾ, നമ്മുടെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദൈവത്തിൻ്റെ ആ കരം നമ്മെ പിടിച്ചിരിക്കുന്നു എന്നുള്ള സത്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തോടൊപ്പം ചരിക്കാൻ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാൻ കഴിവുള്ളവനായ ദൈവത്തിൻ്റെ കൂടെ, അതല്ലേ നമുക്ക് ഏറ്റവും വലുത്. അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.